ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നത് ടൊയോട്ടൻ്റെ കൊറോള അൾട്ടിസാണ്. രണ്ട് വണ്ടിയുണ്ട്, ഒന്ന് ഡീസലും ഒന്ന് പെട്രോളാണ് വരുന്നത്. രണ്ട് വണ്ടിയും വണ്ടികളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തികരമുള്ള വണ്ടികളാണ്. ഡീസലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 22-23 കിലോമീറ്റർ വരെയും, പെട്രോളാണെങ്കിൽ ഏകദേശം ഒരു 12 to 14 ഉള്ളിലൊക്കെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാൻ പോണത് പെട്രോൾ വണ്ടീൻ്റെ ആണ്. 2012 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 1,09,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് ജി ആണ്, മിഡിലാണ് ഓപ്ഷൻ വരിക. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. വണ്ടീൻ്റെ എൻജിൻ CC വരിക 1.8 ആണ്. അത്യാവശ്യം നല്ല പവർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജി ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ബേസിക് ഫീച്ചേഴ്സ് വണ്ടിക്ക് വരും. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, 4 ഡോർ പവർ വിൻഡോ, അഡ്ജസ്റ്റ്മെൻറ്റ്, സെൻട്രൽ ലോക്ക്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. വൃത്തിയുള്ള അലോയിൽ വണ്ടിക്ക് വരുന്നുണ്ട്. ടയർ ഭാഗം കുഴപ്പമില്ലാത്ത ടയറിന് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 2,70,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 2 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പം പെട്രോളിൽ ആരെങ്കിലും അൾട്ടീസ് അന്വേഷിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. അടുത്തത് വരുന്നത് 2010 മോഡൽ 11 രജിസ്ട്രേഷൻ വരുന്ന അൾട്ടീസാണ്. ഡീസലാണ് വണ്ടി വരുന്നത്. 1,20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സെയിം ഓപ്ഷൻ തന്നെ വരുന്നത് ജി ആണ്. KL 55 തിരൂർ രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. രണ്ടും ആയി വന്ന വണ്ടികൾ തന്നെയാണ്. ഡീസൽ അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നൊരു വാഹനമാണ്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. റിയർ AC വെൻ്റൊക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെ വണ്ടിക്ക് വരിക. 4 ഡോർ പവർ വിൻഡോ, അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ അഡീഷണൽ സ്റ്റീരിയോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡാണ്. വണ്ടീൻ്റെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ 2031 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ നിലവിൽ ഓക്കെയാണ്. വണ്ടി പുതിയ റിന്യൂവൽ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അപ്പം ഞാൻ 5 കൊല്ലത്തേക്ക് പേപ്പർ കാര്യങ്ങളൊന്നും നോക്കണ്ട. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 2,85,000 രൂപയാണ്. ഒരു 1.5 ലക്ഷം വരെയൊക്കെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. ലോക്കൽ ഫൈനാൻസ് ചെയ്യാൻ പറ്റുള്ളൂ, മലപ്പുറം ജില്ലയിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ലോ ബഡ്ജറ്റിൽ അൾട്ടീസൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ്.